സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 3-ാം ക്ലാസ് അഖീദ. പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്, ചോദ്യങ്ങൾ വരുന്ന രൂപം ഏതൊക്കെയാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഇമ്പോർട്ടൻ്റായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് നേടാൻ കഴിയും. ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന മോഡൽ ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷം 3-ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് സമസ്ത നേരിട്ട് നടത്തിയതാണ്. അതുകൊണ്ട് കൃത്യമായ രൂപം മോഡൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. അക്കീദയിൽ ആദ്യം വന്നിട്ടുള്ളത് ശരിക്ക് ശരി നൽകാമെന്നൊരു ചോദ്യമായിരുന്നു. അതിൽ 5 ചോദ്യങ്ങൾ വരുന്നുണ്ട്. 3 ഓപ്ഷൻ ഉണ്ട്. ശരിയായ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായി നമ്മൾ അപ്പുറം ഇപ്പുറം നോക്കി ആലോചിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ. എങ്കിലേ നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയൂ. ഒന്നാമത്തത് ഇവിടെ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, മലക്കുകളെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. അസ്രായിലിൻ്റെ ബന്ധപ്പെട്ടത് ഏതാണ്? കൈ പിടിക്കൽ, റൂഹുകളെ പിടിക്കൽ, തല പിടിക്കൽ. അപ്പോൾ റൂഹുകളെ പിടിക്കലാണ് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജോലി. രണ്ടാമത്തത് റിളുവാൻ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടത് ഏതാണ്? സ്വർഗം കാക്കലാണ്. മാറിപ്പോകരുത്. നരകം സ്വർഗം കാക്കുന്നത് കൃത്യമായി പഠിക്കണം. മാലിക് നരകം കാക്കുന്നതും റിളുവാന് സ്വർഗം കാക്കുന്നതുമാണ്. മാറിപ്പോകരുത്. മൂന്നാമത്തത് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്താണ്? സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവരാണ് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ വീട്ടിൽ ഊതുന്നവർ എന്ന ഓപ്ഷൻ തെറ്റാണത്. നാലാമത്തത് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ നേരത്തെ നമ്മൾ സ്വർഗം തിരഞ്ഞെടുക്കുന്നത് റിളുവാന് തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവിടെ മാലിക് വരുന്നത് ഏതിനായിരിക്കും? നരകം കാക്കൽ. നരകം കാക്കുന്ന മലക്കാണ് മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി റഖീബ് അതീദ്, രണ്ടാളുണ്ട്. റഖീബ് അതീദ്. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഒരേ പണിയായിരിക്കണം, തൊട്ടപ്പുറപ്പുറമുള്ള പണികളായിരിക്കണം. അതേതാണ്? നന്മ തിന്മ എഴുതൽ. അതാണ് റഖീബ് അതീദ്. നന്മയും തിന്മയും എഴുതി വെക്കുന്ന ജോലിയാണ് റഖീബ് അതീദിനുള്ളത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു രൂപത്തിൽ മലക്കുകളെ പേരുകൾ അതോടൊപ്പം തന്നെ അവരുടെ ജോലികൾ ചോദിച്ചിരിക്കും. അതുകൊണ്ട് എല്ലാവരും അത് നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇനി രണ്ടാമത്തത് വായിക്കാം. പൂർത്തിയാക്കാം എന്ന ചോദ്യം. 4 പ്രധാന ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. 1. അള്ളാഹുവിന് ആദ്യവും അവസാനവും ഇല്ല. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിരുന്നു അള്ളാഹു ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണത്. രണ്ടാമത്തത് അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അള്ളാഹ്ക്ക് ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പനി പിടിച്ചാൽ ഉമ്മ വേണം, ഉപ്പ വേണം. എന്നാൽ അള്ളാഹ്ക്ക് ഒരു കാര്യത്തിനും ഒരാളെയും അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതാണ് അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനാണെന്ന് പറഞ്ഞത്. മൂന്നാമത്തത് ആരാധനയ്ക്ക് അർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാണ്. നാലാമത്തത് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എളുപ്പം ഉത്തരം എഴുതാനുള്ള ട്രിക്ക് എന്താണ്? പാഠം നന്നായി വായിച്ചു പഠിക്കുക എന്നതാണ്. ഇനി മൂന്നാമത്തത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. പട്ടിക പൂർത്തിയാക്കാം എന്നതാണ്. ഇങ്ങനെ ചോദ്യം ഉറപ്പാണ്. ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ ചോദിക്കും. അതുകൊണ്ട് നബിമാരെ പേര്, അവർക്ക് കിട്ടിയ കിതാബ്, ആ കിതാബിൻ്റെ ഭാഷ ഇപ്പം തന്നെ ഈ വീഡിയോയിലൂടെ തന്നെ നമ്മളത് ഉറപ്പായും നിർബന്ധമായും മനഃപ്പാഠമാക്കി വെക്കണം, പഠിച്ചു വെക്കണം. ഇതിൽ ആദ്യം വരുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അറിയാം ഫുർഖാനുൽ അളീമാണ് കിതാബ്, ഗ്രന്ഥം. ഭാഷ ഏതാണ്? അറബി ഭാഷയാണ്. രണ്ടാമത്തത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, തൗറാത്താണ്, ഇബ്രാനിയാണ് ഭാഷ. മൂന്നാമത്തത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, കിതാബ് സബൂറാണ്, യൂനാനിയാണ് ഭാഷ. 4 ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇഞ്ചീലാണ് കിതാബ്, സുരിയാനിയാണ് ഭാഷ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലെന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം നന്ദി അറിയിച്ച്
ആമീനോ അൽഹംദുലില്ലയോ താങ്ക്സോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല വിജയം നൽകട്ടെ. ഇനി 4-മത്തത് വായിക്കുന്നു. ഉത്തരം എഴുതാമെന്ന പ്രധാന ചോദ്യങ്ങൾ 4 ചോദ്യങ്ങളാണ് അതിലുള്ളത്. അതിലൊന്നാമത്തത്, ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്കാണ് ഖുർആൻ മാർഗനിർദ്ദേശം? ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും. ജനത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. അപ്പോൾ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഖുർആൻ മാർഗനിർദ്ദേശമാണ്. ഇനി രണ്ടാമത്തത്, ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ്റെ അവതരണം പൂർത്തിയായത്? 23 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. ഇനി മൂന്നാമത്തത്, മലക്കുകൾ ആരാണ് മലക്കുകൾ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വായിക്കുന്നത്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. നാലാമത്തത്, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ 3 ചോദ്യങ്ങൾ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഉത്തരം അറിഞ്ഞാൽ മാത്രം പോരാ, അത് തെറ്റാതെ എഴുതാനും കൂടെ നമുക്ക് കഴിയണം. അതുകൊണ്ട് എഴുതുന്നത് കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി 5-മത്തതാണ്, മലക്കുകളുടെ വിശേഷണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 3 എഴുതി കൊടുക്കാൻ. 5 നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. 1, അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർ സ്ത്രീകളും അല്ല പുരുഷന്മാരും അല്ല. പിന്നെ അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. ഉറങ്ങുന്ന ആൾക്കാരല്ല മലക്കുകൾ. അതുപോലെ തന്നെ മറവിയും ഇല്ല. 3-മത്തത്, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. വെള്ളവും വേണ്ട, ഭക്ഷണവും വേണ്ട. ക്ഷീണമോ മടിയോ അവർക്കില്ല. ഒരു ക്ഷീണവും ഇല്ല. എത്ര ഉറക്കമൊഴിച്ചാലും ഒരു ക്ഷീണവും ഉണ്ടാവില്ല. പിന്നെ മടി ഉണ്ടാവില്ല. നമുക്കാണല്ലോ പഠിക്കാനും എഴുതാനൊക്കെ മടി, ഓതാനും മടിയാണ് നമുക്ക്. നമ്മളൊക്കെ മടിയന്മാരായി മാറുകയാണ്. അതുകൊണ്ട് നല്ല ശീലമുള്ളവരാവുക. നല്ലോണം ഓതി പഠിക്കുക. ഖുർആനൊക്കെ നല്ലോണം ഓതുന്ന കുട്ടികളാവുക. ഇനി 5-മത്തത്, നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. 1 സെക്കൻഡ് മതി. നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ കഴിയും. ഇനി അവസാനത്തത് 6-മത്തത്, പൂരിപ്പിക്കാമെന്ന ചോദ്യമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിൻ്റെ അറബിയും അതിൻ്റെ ആശയവും നിർബന്ധമാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഖുർആനിനെ നമ്മളാണ് ഇറക്കിയത്. പരിശുദ്ധ ഖുർആനിനെ നമ്മളാണ് ഇറക്കിയത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതിനെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഖുർആനിനെ നമ്മളാണ് ഇറക്കിയത്, അതിനെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക. ഉറപ്പായി നമുക്ക് വിജയം നേടാൻ കഴിയും. നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകൾ ചെയ്യണം. അതിന് നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് വേണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ലൈക്ക് കൊടുക്കാൻ മറന്നവർ ഒരു ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ താങ്ക്സോ അൽഹംദുലില്ലാ മറ്റെന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. നമുക്ക് അഖീദയിൽ പഠിക്കാനുള്ള 4 പാഠങ്ങളാണ്. 4 നന്നായി പഠിക്കുക. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, മലക്കുകളുടെ പേരുകൾ, കിതാബിൻ്റെ പേരുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഉറപ്പായും നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈ പരീക്ഷയിൽ ഫുൾ മാർക്ക് തരട്ടെ, നല്ല വിജയം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.